സാന്ത്വനത്തിൻ്റെ ഒരു പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനും അതുപോലെ തന്നെ ഗോമതിയും കൂടി അമ്പലത്തിലേക്ക് ചെന്ന് അങ്ങനെ ആ ഫാമിലിയായി പരിചയപ്പെട്ട് അത് ആ ശാന്തി കാരണമാണ് അങ്ങനെ പരിചയപ്പെട്ടത്. രണ്ട് കൂട്ടരും ഒറ്റ നിമിഷത്തിൽ തന്നെ ഭയങ്കരമായിട്ട് കൂട്ടുകാരാവുന്നുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ബാലന് നല്ലൊരു ഫാമിലിനെ പരിചയപ്പെട്ട ഒരു സന്തോഷം തന്നെ. ആ ബന്ധം അങ്ങനെ നിലനിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ നമ്മുടെ ബാലൻ അവരുടെ മോളെ മധുസൂദനൻ നായർ ആളുടെ മോളെ കാണുന്നതും കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. എല്ലാ ഡാൻസും പാട്ടും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പഠിക്കാനും മിടുക്കിന് സാമ്പത്തികവും ബാലൻ ആഗ്രഹിച്ച എല്ലാ ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ബാലൻ അവർ കണ്ടെത്തിയത്. അങ്ങനെ തന്നെ ബാലന് ഭയങ്കര ഇഷ്ടമായി. ആനന്ദിന് വേണ്ടി കല്യാണം അങ്ങോട്ട് ധൈര്യപ്പെട്ട് ആലോചിച്ചിങ്ങനെ ചെയ്തത്. അവർക്കും സന്തോഷമാവുന്നുണ്ട്. ആനന്ദിൻ്റെ കല്യാണം മുടക്കാൻ കൃഷ്ണമംഗലത്തുകാർ നോക്കുന്നുള്ള കാര്യം നേരത്തെ കൂട്ടി തന്നെ അവരോട് ബാലൻ പറയുകയും ചെയ്യുന്നുണ്ട്. ബാലൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ നടക്കില്ല. കുട്ടികൾക്ക് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാല നിങ്ങളായിട്ടൊരു ബന്ധത്തിന് എനിക്ക് സമ്മതമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് ആരും മുടക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല എന്ന് ബാലന് അവർ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ബന്ധം അവിടെ ചോർപ്പിക്കുന്നതും. പിന്നെ ആര് തടസ്സം നിൽക്കാൻ നോക്കിയാലും ഈ ബന്ധം മുടങ്ങില്ല. അങ്ങനെ കൃഷ്ണമംഗലക്കാർക്കൊക്കെ വലിയ അടി പോലെ ആവും. ബാലൻ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു ബന്ധം ബാലന് കിട്ടുന്നതിൽ അവർക്ക് ഭയങ്കരമായിട്ട് അപമാനമായിരുന്നു. പ്രത്യേകിച്ച് അച്യുതവർമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ കുശുമ്പും. കാരണം അലോകിന് നല്ലൊരു ബന്ധം അമേരിക്കയിൽ നിന്ന് വന്നത് അമേരിക്കയിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നടന്നിരുന്നതാണ്. ആ കല്യാണം 8 നിലയിൽ പൊട്ടിപ്പോയപ്പോൾ വല്ലാത്തൊരു നാണക്കേടും വിഷമമായിരുന്നു. അതാണ് മിത്രനോട് ഇത്രയ്ക്കും വൈരാഗ്യം രാജശ്രീക്കും തോന്നിയത്. അതിനേക്കാളൊക്കെ എല്ലാവരേക്കാളും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു ബന്ധം ആനന്ദിന് കിട്ടിയപ്പോൾ അതും ബാലൻ വഴിയെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ ആവുന്നുണ്ട്. ഗോമതിയോടും ബാലനോടും ആ ജ്യോത്സ്യൻ പ്രത്യേകിച്ച് ജ്യോത്സ്യനല്ല ആ സന്യാസി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് അമ്പലത്തിൽ വന്നില്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളെ തേടി ഒരു സന്തോഷം എത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനൊരു വക കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുമുട്ടിയ ബന്ധം തുടർന്നു കൊണ്ടുപോകും. നല്ല നിലയിൽ തന്നെ നിങ്ങളും ഒന്നും കൂടെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയും എന്നൊക്കെ ബാലനോട് പറഞ്ഞപ്പോൾ ബാലന് വലിയ സന്തോഷമാവുന്നുണ്ട്. ഗോമതിയോടും പറയുന്നുണ്ട്, ശരി ഗോമതി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സന്യാസി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരെ കൂടെ നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണ് വരുന്നതും ആനന്ദ് വിവാഹത്തിന് അങ്ങോട്ട് പോയി സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആനന്ദിനെ ഒരു കണക്കിന് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് അച്ഛൻ കൊണ്ടുവരുന്നതും പെൺകുട്ടീനെ കണ്ട വഴിക്ക് ആനന്ദിന് ഇഷ്ടമാവുന്നതും അങ്ങനെയാണ്.